പണ്ടൊരു മലയാള കവി പാടി, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഇന്ന് അമേരിക്കയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ഉപയോഗത്തെ പറ്റിയുള്ള പരസ്യങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ഗ്രോസറി സ്റ്റോറിൽ പോയി അവിടുന്ന് ഭക്ഷണ പൊതികൾ വാങ്ങിച്ചാലും, സീരിയൽ ബോക്സിൻ്റെ പുറത്തായാലും, എണ്ണ വാങ്ങിക്കുന്ന കുപ്പികളുടെ പുറത്തായാലും അവരവരുടെ പ്രോഡക്റ്റിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട് എന്ന പരസ്യം കാണാം. ഈ പരസ്യങ്ങളിൽ കാണുന്നത് പോലെ മൃതസഞ്ജീവിനിയാണോ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്? അതിന് പ്രത്യേക അമൃത ഗുണം എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്? ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒരു എസൻഷ്യൽ ഫാറ്റി ആസിഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് ഇത് കൂടിയേ തീരൂ. എന്നാൽ ഒമേഗ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരം നിർമ്മിക്കുന്നില്ല, ഭക്ഷണത്തിൽ കൂടി ഇത് ലഭിച്ചിരിക്കണം. 1970 ഒമേഗ 3 ഫാറ്റി ആസിഡ് കണ്ടുപിടിക്കുന്നത്. ഗ്രീൻലാൻഡിലെ എസ്കിമോ ജാതിക്കാർ കഴിക്കുന്ന മത്സ്യഭക്ഷണത്തിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ എസ്കിമോകൾക്കിടയിൽ ഹൃദ്രോഗം വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകാറുള്ളൂ. തുടർന്ന് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ഗുണങ്ങളെപ്പറ്റി അനേക പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തപ്പെട്ടു. എങ്കിലും 2006 മാത്രമാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഹൃദയാഘാതമുണ്ടാകാതിരിക്കാൻ പ്രയോജനപ്പെടും എന്ന് അംഗീകരിക്കുകയും അതുകൊണ്ട് കഴിയുമെങ്കിലും എല്ലാവരും തന്നെ ആഴ്ചയിൽ 2 തവണ മത്സ്യഭക്ഷണം കഴിച്ചിരിക്കണമെന്നും നിർദ്ദേശിച്ചത്. തുടർന്ന് കനേഡിയൻ ഗവൺമെൻറ് ഹൃദയത്തിന് മാത്രമല്ല നമ്മുടെ തലച്ചോറിനും മറ്റ് ന്യൂറോളജിക്കൽ സിസ്റ്റത്തിനും കണ്ണിനും ഇവയ്ക്കെല്ലാം ആരോഗ്യ സംരക്ഷണത്തിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് സഹായിക്കുമെന്ന് ഔദ്യോഗികമായി അംഗീകരിച്ചത്. ആർത്രൈറ്റിസ്, സോറിയാസിസ്, അൽഷൈമേഴ്സ് ഡിസീസ്, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ തുടങ്ങിയ അനേക രോഗത്തിനുള്ള ചികിത്സയും അത് പ്രിവെൻറ്റ് ചെയ്യാനും ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉതകും എന്ന് ഇന്ന് പല ഗവേഷണങ്ങളും കാണിക്കുന്നു. എങ്കിലും ഇതെല്ലാം പരിപൂർണമായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. നാം കഴിക്കുന്ന അയലയിലും മത്തിയിലും ടൂണ ഫിഷിലും സാൽമണിലും പിന്നെ കൊഴുപ്പും ഉള്ള മത്സ്യങ്ങളിലെല്ലാം EPA, DHA എന്ന 2 സംജ്ഞകളിൽ അറിയപ്പെടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മീൻ കഴിക്കുന്ന അതേ പ്രയോജനം കിട്ടിയില്ലെങ്കിലും മീൻ ഇഷ്ടമില്ലാത്തവർ ഫിഷ് ഓയിൽ ക്യാപ്സൂൾസ് കഴിച്ചാലും ഭാഗികമായി അതിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കും. ഫിഷ് ഓയിൽ ക്യാപ്സൂള് കഴിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, അതിൻ്റെ കുപ്പി ഒന്ന് പരിശോധിച്ച് ആ ക്യാപ്സൂളിൽ മെർക്കുറിയുടെ അംശം കടന്നിട്ടില്ല എന്ന് ഒരു സ്വതന്ത്ര ഏജൻസി സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. കാരണം കമേഴ്ഷ്യലായി പിടിക്കുന്ന മത്സ്യങ്ങളിൽ ചിലപ്പോഴെല്ലാം മെർക്കുറിയുടെ കണ്ടാമിനേഷൻ കണ്ടേക്കാം എന്നതിലാണ് ഇത്. മലയാളികളുടെ ഇടയിൽ അധികമായി കാണുന്ന രക്തത്തിലെ ഒരു ലിപ്പിഡ് ഡിസോർഡറാണ് ട്രൈഗ്ലിസറൈമിയ അഥവാ ട്രൈഗ്ലിസറൈഡ് കൂടിയിരിക്കുക. ഇതിനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സഹായിക്കുന്നുണ്ട്. പണ്ടൊരിക്കൽ എൻ്റെ ഒരു പേഷ്യൻറ്റിന് ഞാൻ ഫിഷ് ഓയിൽ ക്യാപ്സൂൾ കുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ ഭാര്യ എന്നോട് പറഞ്ഞു, ഡോക്ടർ കുറിച്ച് കൊടുത്തോളൂ, പക്ഷെ ദയവായി എൻ്റെ ഭർത്താവിനോട് മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങാൻ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ഫിഷ് ഓയിൽ ക്യാപ്സൂൾ കഴിക്കുമ്പോൾ വിയർപ്പിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം കാരണമായിരുന്നു അന്ന് അവരങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇന്ന് കടകളിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധീകരിക്കപ്പെട്ട ഫിഷ് ഓയിൽ ക്യാപ്സൂളിൽ നിന്ന് കൊണ്ട് ദുർഗന്ധം ശരീരത്തിൽ ഉണ്ടാകാറില്ല. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ രാമായണം രചിക്കുന്നതിന് മുമ്പായി ഉപദേശം ചോദിക്കുവാൻ തൻ്റെ ഭൃത്യനെ മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ അടുക്കൽ പറഞ്ഞയച്ച കഥ സുവിധമാണല്ലോ. ഭട്ടതിരി ഭൃത്യനോട് പറഞ്ഞു,
മീൻ തൊട്ട് കൂട്ടാൻ എഴുത്തച്ഛനോട് ചെന്ന് പറയണമെന്ന്. ഭൃത്യൻ ക്രുദ്ധനായി തിരിച്ചു വന്നു പറഞ്ഞു, സസ്യഭുക്കായ തൻ്റെ യജമാനോട് മീൻ തൊട്ട് കൂട്ടുവാൻ പറയുവാനുള്ള ഔദ്ധത്യം ആ ഭട്ടതിരി കാണിച്ചുവല്ലോ എന്ന്. എഴുത്തച്ഛൻ ഭൃത്യനെ സാന്ത്വനപ്പെടുത്തി മീൻ കഴിക്കാനല്ല ഭട്ടതിരി പറഞ്ഞത്, മത്സ്യക്കൂർമ്മ വരാഹസ്യ എന്ന് തുടങ്ങുന്ന അവതാരങ്ങളിൽ ആദ്യാവതാരമായ മത്സ്യം മുതൽ ആരംഭിക്കണമെന്നാണ് ഭട്ടതിരി വാസ്തവത്തിൽ ഉപദേശിച്ചത്. എഴുത്തച്ഛനെ പോലെ സസ്യഭുക്കുകളായ മീൻ കഴിക്കാത്ത ആളുകൾക്ക് ഒമേഗ-3 ഫാറ്റി ആസിഡ്സിൻ്റെ കുറവുണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. ഫ്ലാക്സീഡ്, വാൽനട്ട് തുടങ്ങിയ നട്ട്സുകളിലും കാൻഡ്ര ഓയിൽ, ബ്രോക്കോളി, സ്പിന്നച്ച്, കാൻഡലോപ്പ്, കിഡ്നി ബീൻസ് തുടങ്ങിയ അനേകം വെജിറ്റബിൾ ഭക്ഷണ സാധനങ്ങളിലും ആവശ്യത്തിന് ഒമേഗ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സസ്യഭുക്കല്ലാതിരുന്ന മീൻ ഭക്ഷണം ധാരാളം ഇഷ്ടപ്പെട്ടിരുന്ന മലയാളത്തിൻ്റെ ചിരിയുടെ ചക്രവർത്തിയായ അടൂർ ഭാസിയിൽ നിന്ന് നേരിട്ട് എനിക്കറിയാവുന്ന ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിക്കാം. അടൂർ ഭാസി ചിക്കാഗോ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണമേ എന്ന് ഭാസിയുടെ സഹോദരനും എൻ്റെ സ്നേഹിതനുമായിരുന്ന മനോരമയിലെ പത്മന് വിളിച്ചു പറയുമായിരുന്നു. കാരണം ഭാസിക്ക് മീൻ ഇഷ്ടമാണെങ്കിലും മീനിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ധാരാളമായി ലഭിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള സ്കോച്ച് വിസ്കി, ആ ദ്രാവകമായിരുന്നു അത്. ചേട്ടന് 2 ഡ്രിങ്ക്സ് സ്കോച്ച് കഴിച്ചോട്ടെ, അതിനുശേഷം മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും വെള്ളം പോലുള്ള ഏതെങ്കിലും ദ്രാവകം കൊടുത്താൽ മതിയാകും. 2 ഡ്രിങ്ക് കഴിയുമ്പോൾ അതിനുശേഷമുള്ള മഞ്ഞ നിറത്തിൽ എന്ത് കഴിക്കുന്നു എന്ന് ഭാസിച്ചേട്ടന് വ്യത്യാസം മനസ്സിലാകില്ല എന്നായിരുന്നു പത്മൻ്റെ കണക്ക് കൂട്ടൽ. പത്മന് കൊടുത്ത ഉറപ്പ് എന്നും ഞാൻ പാലിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ ഭാസിക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ പോകേണ്ടി വന്നു. അവിടെ എൻ്റെ ഒരു സ്നേഹിതനായ ഒരു നമ്പൂതിരിയെ വിളിച്ച് ഭാസിക്ക് ആതിഥ്യം നൽകണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. വളരെ സാത്വികനും സസ്യഭുക്കുമായിരുന്ന സ്നേഹിതന് നമ്പൂതിരി ആതിഥ്യം അടൂർ ഭാസിക്ക് നൽകി. സാൻ ഫ്രാൻസിസ്കോ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അവസരത്തിൽ ഞാൻ നമ്പൂതിരി വീട്ടിലെ താമസം എങ്ങനെയായിരുന്നുവെന്ന് ഭാസിയോട് അന്വേഷിച്ചു. നമ്പൂതിരിയുടെ വീട്ടിൽ സ്കോച്ച് വിസ്കി കരുതിയിരുന്നില്ല എന്നുള്ളത് ഭാസി ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ സാൻ ഫ്രാൻസിസ്കോയിലെ സ്ഥലങ്ങൾ കാണിച്ചു പോയ കൂട്ടത്തിൽ ഫിഷ് റെസ്റ്റോറൻറ്റ്സ്, മത്സ്യ കടകൾ ധാരാളം, മത്സ്യ ഭക്ഷണങ്ങൾ ധാരാളമുള്ള ഫിഷർമെൻസ് വാർഫിലൂടെ കടന്നു പോകുന്ന അവസരത്ത് മീൻ പൊരിച്ചതിൻ്റെ നല്ല മണം പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മണം വന്നപ്പോൾ നമ്മുടെ നമ്പൂതിരി 2 വിരലുകൊണ്ടും മൂക്ക് പൊത്തിപ്പിടിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതിരുന്നതിനാൽ താനും മൂക്ക് പൊത്തിപ്പിടിച്ചെന്ന് ഭാസി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഭാസിച്ചേട്ടൻ എന്തിനാ അത് മൂക്ക് പൊത്തിപ്പിടിച്ചതെന്ന്. ഭാസി പറഞ്ഞു, നമ്പൂതിരി മീനിൻ്റെ മണം ഇഷ്ടമില്ലാത്തതിനാൽ മൂക്ക് പൊത്തിപ്പിടിച്ചു. താന് ആ മൂക്കിൽ കയറിയ നല്ല മണം പോകാതിരിക്കാൻ വേണ്ടിയാണ് മൂക്ക് പൊത്തിപ്പിടിച്ചതെന്ന്. ഇത് ചിക്കാഗോയിലത്തെ ഡോക്ടർ ഒ പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണും.